എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ കോടതിയെ സമീപിച്ച് തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജി. അറസ്റ്റ് ചെയ്യാനായി ഇ ഡി കൃത്രിമമായി രേഖകൾ ഉണ്ടാക്കി. അറസ്റ്റിന് കാരണമായ രേഖകൾ ഇ ഡി നൽകിയില്ലെന്നും ഹർജിയിൽ പറയുന്നു. ഹർജികളിൽ 22-നകം മറുപടി നൽകാൻ ഇ ഡിക്ക് ചെന്നൈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശവും നൽകി. മനേഷ് മൂർത്തിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. മനേഷ്, അറസ്റ്റ് ചെയ്യാൻ കൃത്രിമ രേഖകൾ ഉണ്ടാക്കി എന്ന ആ രേഖകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്ന സെന്തിൽ ബാലാജിയുടെ ആരോപണത്തിന്റെ വസ്തുത എന്താണ്? ഹാഷ്മി, തുടക്കം മുതൽ, അതായത് ജൂണിൽ അറസ്റ്റ് ചെയ്ത സമയം മുതൽ തന്നെ ആരോപിക്കുന്നതാണ് നിയമവിരുദ്ധമാണ് ഈ അറസ്റ്റ് എന്നുള്ളത്. സമാനമായ രീതിയിൽ, അതായത് നാളെ ജാമ്യാപേക്ഷയിൽ നാളെ ഹർജിയിൽ നാളെ വിധി വരാനിരിക്കുകയാണ്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് വിധി വരാനിരിക്കുകയാണ്. ഇന്നിപ്പോൾ റിമാൻഡ് കാലാവധി അവസാനിച്ച് അപ്പോഴാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വീണ്ടും ഈ കേസ് എടുക്കുന്നത്. ആ കേസ് എടുത്ത സാഹചര്യത്തിലാണ് ഈ രണ്ട് ഹർജികൾ കൂടി നൽകുന്നതിൽ പ്രധാനമായും പറയുന്നത് അറസ്റ്റ് ചെയ്യാനായി എടുത്ത രേഖകളെല്ലാം തന്നെ ഇ ഡി കൃത്രിമമായി നിർമ്മിച്ചതാണ് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് എന്തായാലും സെന്തിൽ ബാലാജിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്ന്, ഈ പറഞ്ഞ രീതിയിൽ, അതായത് അറസ്റ്റ് ചെയ്തതിനുള്ള രേഖകളൊന്നും തന്നെ ഇതുവരെയും നൽകിയിട്ടില്ല. അതായത് ഈ പറഞ്ഞ സെന്തിൽ ബാലാജി ഭാഗത്തിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഈ രണ്ട് ഹർജികൾ പറയുന്നത്. ഈ രണ്ട് ഹർജികളിലും മറുപടി നൽകാനായി ഒരു ജനുവരി 22-ാം തീയതി വരെ സമയം നൽകിയിട്ടുണ്ട് ഇ ഡിക്ക് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. എന്തായാലും സെന്തിൽ ബാലാജി കേസ് കുറച്ചുകൂടി നിയമപരമായി കുറച്ചുകൂടി ഇതിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം 15 തവണയാണ് ഈ റിമാൻഡ് കാലാവധി നിലവിൽ നീട്ടിയിരിക്കുന്നത്. ഇന്നത്തെ അടക്കം 15 തവണയാണ് നീട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും ജയിലിൽ തുടരാൻ സാധിക്കാത്ത ഒരു നില, ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞ് പലതവണ ജാമ്യാപേക്ഷ നൽകിയതാണ്. അതെല്ലാം തന്നെ തള്ളുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഇ ഡി ഒരു കാരണവശാലും ഒരു ജാമ്യം നൽകരുത് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസവും കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിലും കള്ളരേഖ ഉണ്ടാക്കി ആ കള്ളരേഖ പക്ഷേ കോടതിയിൽ ഹാജരാക്കിയില്ലെന്ന് പറയുകയാണ് സെന്തിൽ. കോടതി തീരുമാനം എടുക്കേണ്ടതുണ്ട്.